ഹലോ കൂട്ടുകാരെ, കുടുംബക്കാരെ, നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ രണ്ടാമത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും എൻ്റെ കൊച്ചുവിൻ്റെ സൗണ്ട് കുറച്ച് നേരമായി വരുന്നുണ്ട്, നമ്മുടെ രാമുവിൻ്റെ. അപ്പോൾ നമ്മളിപ്പം പോകാൻ പോകുന്നത് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് മേടിക്കാനായിട്ടാണ്. നമുക്ക് വലിയ പ്ലാനുകളായിരുന്നു. 25ന് ഷോപ്പിങ്ങിന് പോവുക, 26ന് ഡിന്നർ പോവുക, അതൊക്കെയായിരുന്നു പ്ലാന്. പക്ഷേ നമുക്ക് വയ്യായി വന്നതോടുകൂടി നമ്മൾ ആ പ്ലാനൊക്കെ മതി. എന്നിട്ട് എൻ്റെ കുഞ്ഞ് പറഞ്ഞു, രാമു പറഞ്ഞായിരുന്നു നമുക്ക് ഷോപ്പിങ്ങിന് പോകാം, ഡിന്നറിന് പോകാമെന്ന്. പക്ഷേ ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എങ്ങനെ പോകാനാണ്? നമ്മുടെ ടാർഗറ്റ് മുനീർബായുടെ കടയാണ്, അവിടെ പോവുക. അപ്പോൾ നിങ്ങൾ ഫുള്ള് കണ്ടോളൂ എന്തായാലും രാമു വാങ്ങിച്ചിരുന്നൊക്കെ നമുക്ക് കാണാമല്ലോ. ആ വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു ഉമ്മ പോലും കിട്ടിയില്ലായിരുന്നു ഗൈസ് എനിക്ക് കേക്ക് കിട്ടിയ സമയത്ത്. ഗൈസ് നിങ്ങൾ കണ്ടല്ലോ, രാമു എന്നെയും കൊണ്ട് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ കണ്ടോ ഗൈസ്, വെഡിങ് ആനിവേഴ്സറിയുടെ രണ്ടാമത്തെ വ്ലോഗാണ്. എനിക്ക് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് മേടിക്കാൻ വന്നിങ്ങനെ. ആനിവേഴ്സറി 20-ാം തീയതി, എല്ലാവരുടെയും ഗിഫ്റ്റൊക്കെ കിട്ടി. എനിക്ക് കൊണ്ടുതന്നെ 26-ാം തീയതി. കാണട്ടെ. ഇതൊക്കെയാണ് ഗൈസ്, നമുക്കത് വാങ്ങിച്ചു തരാൻ ആരുമില്ല. ഗൈസ് ഇതാണ് എൻ്റെ രാമു മേടിച്ചിരുന്ന ഡ്രസ്സ്, നമ്മുടെ മുനീർബായുടെ കടയിൽ നിന്ന്. യെസ്, എനിക്ക് വേറെ എന്തൊക്കെ വാങ്ങിച്ചിരുന്നൊക്കെ ഓഫറുകളുണ്ടായിരുന്നു. സൗണ്ട് നേരെയായി ഗൈസ് രാമുവിൻ്റെ. അപ്പോൾ നമുക്ക് ഡിന്നറോടായിട്ട് വീഡിയോ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ എന്താ പറയുക മറ്റൊരു സ്റ്റെപ്പാണിത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ബാംഗ്ലൂർ ഏതെങ്കിലും ഒരു എൻ്റെ കൊച്ചിന് വയ്യ, നമ്മുടെ കൊച്ചിന് വയ്യ, നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ ഏതെങ്കിലും ഒരു കഫേയിൽ നല്ലൊരു റെസ്റ്റോ ബാറിൽ ഡിന്നറിന് ഇരിക്കേണ്ടതായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. മീൻസ് സൺഡേ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ല, വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് മേടിക്കാൻ പോവുക, മൺഡേ ഡിന്നർ പോവുക, അതായിരുന്നു ഞങ്ങളുടെ പ്ലാന്. മനുഷ്യനാരാ പുള്ളി ഇതൊക്കെ പ്ലാൻ ചെയ്ത പോലെ നടക്കാനുണ്ട്. ഞങ്ങളെക്കാൾ വലിയൊരു പ്ലാനർ മുകളിലുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്ത് ചെയ്തു, എന്നാൽ നീ കൊച്ച് അനുഭവിക്കണോ. സോ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഡിന്നർ, ക്യാൻഡിൽ ലൈറ്റൊന്നുമില്ല തൽക്കാലം. ഈ ലൈറ്റിൻ്റെ കീഴിൽ നമ്മൾ ഡിന്നർ സെലിബ്രേറ്റ് അല്ല ആഘോഷിക്കാൻ പോകണം, ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകണം. അയ്യേ കുഞ്ഞ് ക്ഷീണിച്ചു എൻ്റെ. ഇനി എൻ്റെ രാമുവിൻ്റെ വെഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ് എന്തെന്ന് കാണിച്ചു തരാം. ഇതാണ് രാമു കഴിയുന്ന വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. ഷർട്ട് സത്യത്തിൽ ഞങ്ങൾ വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത സാധനം ഇതൊന്നും അല്ലായിരുന്നു, ഒരു ഡെനിമിൻ്റെ ജാക്കറ്റായിരുന്നു. കാരണം ഞാനിപ്പോൾ ഓഫീസിൽ പോയിട്ട് വരുന്ന സമയത്ത് തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. സോ വിൻ്റർ വെയർ ജാക്കറ്റ്സ് അല്ലാണ്ട് യൂസ് ചെയ്യാനാണ്. പക്ഷേ ഇവിടെ ഡെനിമിൻ്റെ ജാക്കറ്റ് ഇല്ല. നിങ്ങൾക്ക് വേറൊരു കാര്യമില്ല, ഒരൊറ്റ മൊമെന്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഷർട്ടായിരുന്നു, കാരണം ഇട്ട് നോക്കി നല്ല കംഫർട്ടബിൾ ആയിരുന്നു. നല്ല ഷർട്ട്, ഞാൻ നല്ല ഷർട്ടാണ്. ഫോർമൽസ് ഉണ്ടെങ്കിൽ കാഷ്വൽസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കാര്യം കാണിച്ചതാണ്. സോ തൽക്കാലത്തേക്ക് നാളെ ഓഫീസിൽ പോയിട്ട് വരുമ്പോൾ സ്പെസിഫിക്കലി എൻ്റെ ഡ്രസ് കോഡ് മിക്കി മൗസ് അല്ലേ, ടോമാഞ്ചെറിയുടെ ഈ വൈറ്റ് കളർ കുട്ടി എന്നാണ് പറയുന്നത്, ജാക്കറ്റ് പോലെ. ഇതുമാണ് ഗൈസ് തൽക്കാലത്തേക്ക് ഇത് വെച്ച്. കാരണം ഇത് രാമനോട് റിലേറ്റഡ് കാര്യം ചോദിച്ചു, ചേട്ടാ ഇത് വച്ചിരുന്ന് ചീത്തയാക്കുന്നതിനേക്കാൾ നല്ലത് ഇട്ട് ചീത്തയാക്കുന്നതിനാണ്. ഗൈസ് വിൻ്ററായിട്ട് ഒരു രക്ഷയില്ല. ഓഫീസിൽ പോയിട്ട് വരുന്ന ദിവസങ്ങളിൽ ഭയങ്കര ശോഭമാണ്. ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയത് ഹരിച്ചോളം തന്നോ അല്ലേ? ഹരിച്ചോളം തന്നോ നമുക്ക്? രാമന് തന്നോ എനിക്ക് തന്നോ? എനിക്ക് തന്നതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ടോമാഞ്ചെറി, ഞാനും എൻ്റെ രാമുവും. സോ ഇതാണ് ഞങ്ങളുടെ എൻ്റെ ഗിഫ്റ്റും എൻ്റെ ഐറ്റംസും എൻ്റെ പ്ലാൻ നാളത്തുള്ളത്. അത് വേണ്ട ഇപ്പോഴും മടക്കി വെച്ചോട്ടെ, വെള്ള കളറൊക്കെ മാറും. ഞാൻ പോയി ഗൈസ്. ഇനി ഞാൻ രാമുവിന് ഞാൻ മേടിച്ച ഗിഫ്റ്റ് കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോളൂ. ദയവ് ചെയ്ത് ഡ്രസ്സിന് ലെങ്ത് ഇല്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ക്രിറ്റിസൈസേഷൻ എന്താ പറയുക, അങ്ങനെ കമൻറ്റ്സ് ഒന്ന് മാറി നിൽക്കുക. എനിക്കിഷ്ടപ്പെട്ടു. രാമുവിന് സർപ്രൈസായിട്ട് ഞാൻ മേടിച്ചു കൊടുത്തതാ. എങ്ങനെയുണ്ട് രാമേ? അന്നേ ഇഷ്ടപ്പെട്ടായിരുന്നു അല്ലേ? കുറേ ഇഷ്ടമില്ല സത്യത്തിൽ. ഇത് കണ്ടപ്പോൾ രാമുവിന് ഭയങ്കര വിഷമമായിരുന്നു. വിഷമം മീൻസ് ഗൈസ് ഇത് ഇട്ട് കാണിച്ചാലേ പറ്റുള്ളൂ. നമുക്കൊരു ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇത് വരും. ഞാൻ ഓഫീസിൽ പോകുന്ന വീഡിയോ തന്നെ മറ്റൊന്നും ഉണ്ടാകും. അത് ഫ്ലവർ പോലെ ഇരിക്കും ഗൈസ് ഇട്ട് വിടുമ്പോൾ. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ രാമ? ഇട്ട് നോക്കിയപ്പോൾ. പക്ഷെ ഇത്രയും ലെങ്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ കണ്ടോ ഗൈസ് രാമത്തു ചുമക്കുന്നത്?
പക്ഷെ നീ സുന്ദരിയാ. പക്ഷെ എനിക്ക് എൻ്റെ ഹൈറ്റിന് വരുമ്പോൾ അവരുടെ ഹൈറ്റ് മാറ്റാൻ പക്ഷെ എൻ്റെ ഇതിൽ കാണിച്ച ബൊമ്മയ്ക്കകത്ത് ഇത് മുട്ടച്ചോറ് വേണ്ടിയുള്ളായിരുന്നു. പക്ഷെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായോ. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ് ഐറ്റംസ്. ഇനി വരേണ്ടത് ഡിന്നർ. രാമുവിൻ്റെ സജഷനായിരുന്നു ഡിന്നറിന് ബർഗർ മേടിക്കാൻ. എനിക്ക് സ്റ്റീക്ക്. ഒത്തിരി നാളായി ഇതൊക്കെ മേടിച്ചിട്ട്, ഒരുപാട് നാളായി അല്ലേ. മാസങ്ങളായിരുന്നു, ഇങ്ങനെ ഒരു 3-4 മാസമായിരുന്നു ബർഗറൊക്കെ മേടിച്ചത്. സോറി വയ്യ. പക്ഷെ കുഞ്ഞിന് സംസാരം സൗണ്ട് തന്നെയല്ലേ. ഞാനും എൻ്റെ രാമു കഴിച്ച് നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്യും. പക്ഷെ നമ്മൾ കാര്യം കണ്ടില്ലായോ. ഗൈസ്, നമ്മൾ ഡിന്നർ എത്തി ഗൈസ്. ഒരു ഉമ്മ തരുമോ ചേച്ചി? ഒരു ഉമ്മ തരുമോ ചേച്ചി? ലവ് യു. നമ്മൾ ഡിന്നർ കഴിക്കാം ഗൈസ്. ചലോ ഡിന്നർ ചലോ. നമ്മളെ ഫാമിലി നമ്മൾ ഡിന്നർ കഴിക്കാം. യെസ്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. തണുപ്പൊന്നും ഭയങ്കര തണുപ്പ്. ഒത്തിരി നാളല്ലേ ടോപ്പ് ഫുഡ് മേടിച്ചിട്ട്. ബിങ്കോ. എന്തിനാണ് ബിങ്കോ എന്ന് എനിക്കറിയില്ല ഗൈസ്. ഇത് അൺഹെൽത്തി ഡിന്നറാണ്. ഹെവി ഡിന്നറാണ്. ബണ്ണുകൾ ഇതൊക്കെ നമ്മൾ തിന്നോ? ഞാൻ തിന്നും. ഇതിന് സ്റ്റീക്സ്. ഇതാണ് ഗൈസ് നമ്മുടെ ഡിന്നർ. കെച്ചപ്പുകൾ ഞാൻ വാരി വിതറിട്ട് 2 ബർഗറും ഒരു ചിക്കൻ സ്റ്റീക്കും ചിക്കൻ മിലാനീസ്. ഗൈസ്, നിങ്ങളുടെ അനുവാദത്തോടു കൂടി നമ്മൾ ഡിന്നറിന് പോവുകയാണ്. താങ്ക് യു. ലവ് യു ഓൾ. രാമു, നീ ഹാപ്പിയാണ്? രാമേ, അപ്പോൾ നീ ഹാപ്പിയാണോ ഡിന്നറിൽ? സൗണ്ടൊക്കെ നേരെയായിട്ട് നമ്മളിന്ന് പുറത്ത് തണ്ടാൻ പോവുകയായിരുന്നു. ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ബൈ. അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ബ്ലോഗ് കഴിഞ്ഞു ഗൈസ്. ബൈ ഗൈസ്. എൻ്റെ ശബ്ദം നേരെയായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ പറയണമല്ലോ മനസ്സിലാവുന്നുണ്ട്. ബൈ.